ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ആപ്ലിക്കേഷൻ വീഡിയോ അല്ല, ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. നിലവിൽ PM കിസാന്റെ ഗുണഭോക്താവായ വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. നിലവിൽ ഗുണഭോക്താക്കളായ വ്യക്തികൾക്ക് PM കിസാന്റെ 19ാമത്തെ ഗഡു ഉടൻ തന്നെ ലഭിക്കുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേഷൻ PM കിസാന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിലവിൽ PM കിസാൻ ഗുണഭോക്താക്കളായ വ്യക്തികൾക്ക് 19ാമത്തെ ഗഡു 24/2/2025 തിങ്കളാഴ്ച അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. KYC വിവരങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും PM കിസാന്റെ 19ാമത്തെ ഗഡു ലഭിക്കുക. PM കിസാന്റെ സൈറ്റിലെ എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഓപ്ഷൻ വഴി ഓപ്പണായി വരുന്ന പേജിൽ ലാൻഡ് സീഡിംഗ്, KYC, ബാങ്ക് അക്കൗണ്ട്, ആധാർ സീഡിംഗ് ഈ 3 കാര്യങ്ങളിലും S എന്നുള്ള ഓപ്ഷൻ വന്ന വ്യക്തികൾക്കാണ് തുക ലഭിക്കുക. KYC അപ്ഡേറ്റഡ് ആണോ എന്നറിയാൻ ഗൂഗിളിൽ PM കിസാൻ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഓപ്പണായി വരുന്ന PM കിസാന്റെ ഹോം പേജിൽ സ്റ്റാറ്റസ് ഓപ്ഷൻ വഴി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. PM കിസാന്റെ സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ 24 തീയതി ഫെബ്രുവരി 2025 തുക ലഭിക്കുന്നതാണ് എന്നുള്ള അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. ഹോം പേജിലെ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിൽ രജിസ്ട്രേഷൻ നമ്പർ ആണ് നൽകേണ്ടത്. KL തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിൽ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാനിവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന PM കിസാനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നൽകുക. ഗെറ്റ് മൊബൈൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഫോണിലേക്കൊരു OTP മെസ്സേജ് ലഭിക്കുന്നതാണ്. ഈ ഒരു OTP കൃത്യമായി നൽകി പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ നമ്പറും അപ്ലിക്കന്റിന്റെ പേരും കാണിക്കുന്നതാണ്. നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. വീണ്ടും PM കിസാന്റെ ഹോം പേജ് എടുക്കുക. നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ഈ ഒരു രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്താണ് വിവരങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂ ചെയ്ത് വരുന്ന PM കിസാന്റെ പേജിൽ എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ലഭിച്ചിട്ടുള്ള KL സീരീസിലുള്ള രജിസ്ട്രേഷൻ നമ്പറും ക്യാപ്ച കോഡും നൽകിയതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. പേഴ്സണൽ ഇൻഫർമേഷന് തൊട്ട് താഴെയായിട്ട് എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലാൻഡ് സീഡിംഗ്, KYC സ്റ്റാറ്റസ്, ബാങ്ക്, ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ഈ കാര്യങ്ങൾ S ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. നിലവിൽ S ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് PM കിസാന്റെ 2000 രൂപ ലഭിക്കുക. KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത വ്യക്തികൾ എത്രയും പെട്ടെന്ന് തന്നെ KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് 15 ദിവസം വരെ സമയം എടുക്കുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.